ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമുക്ക് ജനറൽ സർവീസൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറാനുണ്ടായിരുന്നു, അതേപോലെ സസ്പെൻഷൻ ബെയറിംഗ് ഒക്കെ മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സസ്പെൻഷൻ ബെയറിംഗ് മാറ്റി ചെയിൻ സ്പോക്കറ്റൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമുക്കൊരു ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട് അഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഭാഗങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ക്ലച്ച് സൈഡ് അഴിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഗ്യാസ്കറ്റൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. ക്ലച്ചിൻ്റെ ക്യാം ലിവറിൻ്റെ ഒലിസിൽ പോയേക്കാണ് ആ സൈഡ് ലീക്ക് കാണിച്ചത് കേട്ടോ. പിന്നെ കാർബേറ്ററിൻ്റെ ആക്സിലേറ്റർ കേബിളൊക്കെ മാറ്റിയിടാനുണ്ട്. കാർബേറ്റർ നമുക്ക് ഇത് ഇരിക്കുന്നത് സ്പാക്കോൻ്റെ കാർബേറ്ററാണ്, ത്രോട്ടിൽ ടൈപ്പ് കാർബേറ്റർ കേട്ടോ. അപ്പോൾ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആവണുള്ളൂ. ഞാൻ അതിൻ്റെ ഈ സൈഡ് അഴിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ നാളെ വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമുക്കറിയാം. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് താമസം വന്ന പണിയാണ്. അപ്പോൾ ഒറ്റയടിക്ക് നിന്ന് ചെയ്യൽ നടക്കില്ല, കാരണം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ബാക്കിയത്തെ വർക്കെല്ലാം ഞങ്ങൾക്ക് പെൻഡിങ് പോകും. അപ്പോൾ മാക്സിമം നാളത്തേക്ക് തീർക്കാവുന്ന രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് ഫ്രണ്ട് സൈഡ് അഴിക്കാനായിട്ട്. ഫ്രണ്ട് ഫോർക്ക് അസംബ്ലിയൊക്കെ ലീക്ക് ഉണ്ട്, കോൺസെപ്റ്റ് മാറ്റാനുണ്ട്, ഡിസ്ക് ബ്രേക്ക് റീസെറ്റ് ചെയ്യാനുണ്ട്. അത്യാവശ്യം മെയിൻ്റനൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ പരമാവധി നാളത്തേക്ക് തീർക്കാവുന്ന രീതിയിൽ ചെയ്യണം. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യാം.